UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ശ്രീ VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച നിമിഷം മുതൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളുമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അതിലാദ്യം പറയാനുള്ള കാര്യം, സലീം കുമാറിന് എന്തിനാണ് 1 കോടി രൂപ ചെലവാക്കി സ്മാരകം പണിയുന്നത് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർക്കാർ നൽകരുത്, അത് റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഒരു മലയാളി. നമുക്ക് ആദ്യം സലീം കുമാറിലേക്ക് വരാം. സലീം കുമാർ ഒരു കലാകാരനാണോ? അയാൾ നല്ല മനുഷ്യനാണോ? അയാൾ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? എന്ത് കണ്ടിട്ടാണ് സലീം കുമാറിന് 1 കോടി ചെലവാക്കി സ്മാരകം പണിയുന്നത്? ലൈഫ് മിഷൻ പദ്ധതിയിൽ പാവപ്പെട്ട ആളുകൾക്ക് വീടിന് പണം നൽകുന്നത് 6 ലക്ഷം രൂപയാണ്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 പേർക്ക് വീട് വെച്ച് നൽകാൻ കഴിയില്ലേ ഈ സർക്കാരിന് എന്നൊക്കെയാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്തയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇടതുപക്ഷ ചായ്വുള്ളവരും ഇടതുപക്ഷ ആറ്റിറ്റ്യൂഡ് ഉള്ളവരും ഇടതുപക്ഷ ബോഡി ലാംഗ്വേജ് ഉള്ളവരും മാത്രമാണ് കലാകാരന്മാർ. അവർ കാണിക്കുന്ന കലാവിരുതുകൾ മാത്രമാണ് കലയായി മലയാളികൾ അംഗീകരിക്കുകയുള്ളൂ. അവർ പാവപ്പെട്ടവനായി അഭിനയിച്ചാൽ മാത്രമേ പാവപ്പെട്ട സംഭവങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ. ഇത്തരത്തിലുള്ള വലിയൊരു രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് സലീം കുമാർ എന്ന നടനും മറ്റൊന്ന് ഉണ്ണി മുകുന്ദൻ എന്ന നടനും. ഇവരെ രണ്ടുപേരെയും ഒരു കൂട്ടം വിഭാഗം ആളുകൾ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഉണ്ണി മുകുന്ദൻ സംഘിയാണെന്നും സലീം കുമാർ കൊങ്ങിയാണ് എന്നുള്ള രീതിയിലും അവരൊക്കെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. ഒരാൾ പാവപ്പെട്ട ആളുകളെ സഹായിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ഇവർ എത്രയോ ആളുകൾക്ക്, മുരളി എന്ന് പറയുന്ന ഒരു നടനുണ്ട്, ആ മുരളിക്ക് റീജൽ തിയേറ്ററിൽ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കലാഭവനിക്ക് ഒരുപാട് പേരെ സഹായിച്ചു, പോപ്പുലറായി എന്നുള്ളതാണ് അവർ കാണുന്ന ഒരു സംഭവം. കലാഭവനി വലിയൊരു കലാകാരനാണ്, പാടും എന്നുള്ളതാണ്. ഇവിടെ സലീം കുമാർ പാട്ട് പാടുന്നില്ലെങ്കിലും കലാരംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ അതിഭീകരമാണ്. ഹാസ്യ നടൻ എന്നുള്ളതിനുപരി മറ്റേത് കഥാപാത്രങ്ങളെയും നവരസങ്ങൾ തൻ്റെ മുഖത്ത് വളരെ മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ പറ്റും. തൻ്റെ ശരീരഭാഷയിലൂടെ ഏത് കഥാപാത്രവും തനിക്ക് ഇണങ്ങും എന്ന് തെളിയിച്ച ഒരു നടനേക്കാൾ അപ്പുറത്തേക്ക് നല്ലൊരു തിരക്കഥാകൃത്തും നല്ലൊരു സംവിധായകനും നല്ലൊരു കാഴ്ചപ്പാടുള്ള കലാകാരനും തൻ്റെ വ്യക്തമായ നിലപാടുകൾ മലയാളികളോട് യാതൊരു മടിയും കൂടാതെ പറയാനും ആർജവം കാണിച്ച ഒരു കലാകാരൻ കൂടിയാണ് സലീം കുമാർ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് വളരെ നട്ടെല്ലോടുകൂടി ആത്മാഭിമാനത്തോടു കൂടി പറയാൻ ആർജവം കാണിച്ച കലാകാരൻ. നമുക്കറിയാം, മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന പ്രേം നസീർ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, അത്രയും വലിയൊരു നടനെ മലയാളികൾ ഒരു വേണ്ട രീതിയിൽ മരിച്ചതിന് ശേഷം പരിഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാൻ പോലും, ആ ഖബറടക്കിയ സ്ഥലം പോലും വളരെ അനാഥമായി കിടക്കുന്നു, അവിടെ പരിപാലിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു സ്മാരകമില്ല എന്ന് തുടങ്ങി ഒരുപാട് വിമർശനങ്ങൾ മരിച്ചുപോയ നല്ല മനുഷ്യനെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. അത് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് പോലും അദ്ദേഹത്തിന് അത്തരം ഒരു സ്മാരകം പണിയാനോ ഒന്നും കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വേദനാജനകമായ കാര്യം ഇന്ന് നിലനിൽക്കുമ്പോഴാണ് സലീം കുമാറിനെ പോലെയുള്ള തൻ്റെ നിലപാടുകൾ വളരെയധികം ശക്തിയോടെ പറഞ്ഞ ആ സലീം കുമാറിന് കോൺഗ്രസ് സർക്കാർ ഒരു സ്മാരകം പണിയുന്നു എന്ന വാർത്ത തീർച്ചയായിട്ടും നല്ലൊരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഒരു സ്മാരകം പണിയുന്നതോടുകൂടി കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള കലാകാരന്മാരെ എല്ലാവരെയും കോൺഗ്രസ് പരിഗണിക്കുന്നു, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഇതിനകത്ത് കണക്കാക്കാൻ കഴിയാവുന്നതാണ്. കാരണം തൻ്റെ നിലപാടുകൾ ഉറച്ച മനസ്സോടുകൂടി പറയാൻ ഏതൊരു കോൺഗ്രസ് അനുഭാവിയായ കലാകാരന്മാർക്കും നാളെയും ആർജവം ഉണ്ടാവട്ടെ എന്ന് ആണ് ഇതിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാവങ്ങളെ സഹായിച്ചിട്ടില്ല എന്ന് പറയുന്നവരൊക്കെ സലീം കുമാറിൻ്റെ പ്രളയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ എത്രയോ ആളുകളാണ് വന്ന് തങ്ങിയത്. അവർക്ക് ഭക്ഷണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഉണ്ടാക്കി കൊടുത്ത് വിളമ്പി അവർ കഴിച്ച് ദിവസങ്ങളോളം അവരുടെ വീട്ടിൽ താമസിച്ചതാണ്. അതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ. മാത്രവുമല്ല, അദ്ദേഹം ഈ കറുത്ത ജൂതൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള കഠിനാധ്വാനമൊക്കെ വളരെ വലുതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു അവാർഡ് പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും പലർക്കും ഇന്നും അറിയില്ല.
എന്നുള്ളതാണ്. അത് ആ സിനിമയുടെ മികവ് കുറവ് കൊണ്ടോ ഒന്നുമല്ല അത് സംഭവിക്കുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കഠിനാധ്വാനം ഞങ്ങൾ കണ്ടില്ല. കാരണം എന്തുകൊണ്ട് കണ്ടില്ല? അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കണ്ടില്ല എന്നുള്ള രീതിയിലാണ് പലരും അതിനെ മാറ്റി നിർത്തപ്പെട്ടത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരുപാട് സംഘടനാ തലത്തിലും അല്ലെങ്കിൽ സിനിമയുടെ പല പരിപാടികളിലും സലീം കുമാർ ഒരു കോൺഗ്രസ്സുകാരനായി എപ്പോഴും പുറന്തള്ളപ്പെട്ടിരുന്ന കാഴ്ചകൾ നമ്മൾ ഈ 10 വർഷത്തിനിടെ ഒരുപാട് തവണ കണ്ടു. അതേ അവസരത്തിലൊക്കെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ വന്നിട്ട് സലീം കുമാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കലാകാരന് 1 കോടി രൂപ ചെലവാക്കി സ്മാരകം പണിയുന്നതിലൂടെ മലയാള സിനിമയ്ക്കും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ എല്ലാ അനുയായികൾക്കും അതൊരു ഊർജമാണ് എന്ന് ആണ് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ് ഒരു മലയാളി. നമുക്കറിയാം, ഏതെങ്കിലും ഒരു തുണിക്കടയുടെ മുന്നിൽ 50% ഫ്രീ എന്ന് എഴുതി വെച്ചാൽ അവിടേക്ക് ഓടിച്ചെല്ലുന്നവരാണ് മലയാളികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്ന ഈ ഫ്രീ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ വാചാലരാകുന്നത്. അവർ പറയുന്നത് കർണാടകയിലൊക്കെ ഇങ്ങനെ നിങ്ങൾ ഫ്രീ കൊടുത്ത് പോയതല്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ നഷ്ടമായതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം വലിയ രീതിയിൽ നഷ്ടം ഉണ്ടാവുക എന്ന് കരുതിക്കോളും. ഒരു 3-2 വർഷം കഴിഞ്ഞ് നഷ്ടമുണ്ടായി കഴിഞ്ഞ് ഗവൺമെന്റിന് അത് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞ് പൊതുജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി നിർത്തുകയാണെങ്കിൽ ആ 2 വർഷമെങ്കിലും ജനങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഒരവസരം കിട്ടിയില്ലേ? ആ 2 വർഷം ചില്ലറ ദിവസമല്ലല്ലോ. അപ്പോൾ ആ ദിവസത്തെ സമ്പാദ്യമെങ്കിലും അവർക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയെങ്കിൽ അതും വലിയൊരു കാര്യമല്ലേ? അപ്പൊ എന്തിനാണ് ഇത്ര രീതിയിൽ ഇതിനെയൊക്കെ വിമർശിക്കേണ്ട കാര്യം എന്നുള്ളത് മനസ്സിലാവില്ല. KSRTC എത്ര നഷ്ടത്തിൽ ഓടിയാലും അത് ഗവൺമെന്റിന്റെ നഷ്ടമാണ്. ആ നഷ്ടം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നഷ്ടമാണ്. അതൊരു വലിയ രീതിയിൽ സർക്കാരിനെയും ജനങ്ങളെയും ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ നഷ്ടത്തിലാണെങ്കിൽ അത് നിർത്തേണ്ടി വരും. അതിന്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ അതൊക്കെ കവർ ചെയ്യാൻ ഈ ഗവൺമെന്റിന് കഴിയും. അത് എന്ന് തെളിയിച്ച ഒരുപാട് സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒന്നും കാണാതെ എത്രയോ ഒരു കാര്യം ഗവൺമെന്റ് ചെയ്യോ എന്ന് തോന്നുന്നില്ല. ഇതിനെ നിർത്തേണ്ട കാര്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരുപാട് സാലറി വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ധനികരായ സ്ത്രീകൾ ഇതിൽ നിന്നും ഒഴിവായി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം സുഖമായിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഇത്തരം ആത്മാഭിമാനമുള്ളവർ ഈ വിമർശിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് വേണ്ട എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ പൈസ ഉള്ളവരാണ്. അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് അതിനകത്ത് കയറാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ത്രീ ആണെന്ന് കണ്ടക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങില്ല. നിങ്ങൾ എത്ര പൈസ കൊടുത്താലും അത് വാങ്ങാൻ പാടില്ല എന്നാണ് നിയമം. 0 ചാർജ് ഉള്ള ടിക്കറ്റ് നൽകുക എന്നുള്ളതാണ് ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിയമ സംവിധാനം. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കുക, മറ്റുള്ള ബസ്സുകളിൽ പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഒപ്പം തന്നെ മറ്റൊരു വിവാദത്തിൽ വന്നൊരു കാര്യമാണ് ഈ സ്ത്രീകൾക്ക്, അതായത് കോളേജ് പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം വെച്ച് നൽകണം. അത് നൽകിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇവിടെ ഫ്രീ കൊടുക്കുന്നതിന് എതിർത്ത ആളുകളാണ്. അത് മെൻസ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ പുരുഷന്മാരെയും പരിഗണിക്കണം എന്നടക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ വിവാദം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയായിരിക്കും വിവാദം? ഇവിടെ ആൺകുട്ടികൾക്ക് കൊടുത്തില്ല, ആൺകുട്ടികൾക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഇത്രയും പയറുമണി പോലെ ചാടി നടക്കുന്ന ഈ പെൺകുട്ടികൾക്ക് എന്തിനാണ് 1000 രൂപ എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അവരെ ഈ കോളേജ് ടൈം എന്ന് പറയുന്നത് അധ്വാനിക്കാനുള്ള നല്ല മനസ്സും നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള പ്രായമാണ്. അവർ ഹാർഡ് വർക്ക് ചെയ്യട്ടെന്നേ. ഈ വയസ്സിൽ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് വയസ്സിലാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുക? അവർക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യാം. ഇഷ്ടം പോലെ മൊബൈൽ തന്നെ ഒന്ന് ശരിക്ക് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പല ജോബുകളും പല രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിലൊക്കെ അവർ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. അവർക്ക് 1000 രൂപ കൊടുക്കുന്നതിൽ പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. എനിക്ക് യോജിപ്പാണ്. കാരണം അങ്ങനെ കുട്ടികൾക്ക്, ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് ഒരു മറ്റുള്ള കാര്യങ്ങൾ, ഫോൺ റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ അവരുടെ നടക്കുമെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിന്റെ പുറത്ത് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കുട്ടികളുടെ മൈൻഡ് കൂടി മാറ്റുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക്
1000 രൂപ നൽകിയില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും എല്ലാവർക്കും നല്ല രീതിയിൽ സഹായങ്ങൾ നൽകാൻ ഗവൺമെന്റിന് കഴിയട്ടെ. സലീം കുമാറിന്റെ പ്രതിമയും സ്ത്രീകളുടെ സൗജന്യ യാത്രയും കേരളത്തിൽ ഒരു വലിയ ചരിത്രം തന്നെയാണ് കുറിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം.